ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ ഒരു കത്തിരിപോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുനാൾ നിറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ സമീപാൻ ദൈവടിയാക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സാഹചര്യം നോക്കിയാൽ ഭൂമി വരെ വഷളായ ഒരു സന്ദർഭമായിരുന്നു. മനുഷ്യൻ സ്വന്തമായിട്ട് അവരുടേതായുള്ള വഴികൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയപ്പോൾ, ബോധിച്ചവരെ എല്ലാം കല്യാണം കഴിച്ചപ്പോൾ നോഹയ്ക്ക് വേണമെങ്കിൽ ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ നോഹയെക്കുറിച്ച് പറഞ്ഞത്, നോഹ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ ഉയർന്നു വന്ന ചിന്തകളായിരുന്നു മനുഷ്യൻ ദൈവത്തോടുകൂടെ ആയിരിക്കാനും ദൈവത്തോട് വസിപ്പാനും ഗുണം. എന്നാൽ അത് മാറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അത് ദുഃഖം തോന്നി. നോഹയോട് പറഞ്ഞു, ഞാൻ ഭൂതലത്തിലുള്ള സകലത്തെയും നശിപ്പാൻ പോവുകയാണ്. എന്നാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിത് അതിൽ നീയും നിൻ്റെ കുടുംബവും പ്രവേശിക്കുവാൻ പറഞ്ഞു. പെട്ടകത്തിൻ്റെ ആകൃതിയും മാതൃകയും അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ദൈവം നോഹയ്ക്ക് കൊടുത്തു. നോഹ പെട്ടകം പണിതു. പെട്ടകം പണിതപ്പോൾ പരിഹാസികൾ അവനെ പരിഹസിച്ചു, നിന്ദിച്ചു. പെട്ടകത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നോഹ പെട്ടകത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് ദൈവം നോഹയോട് പറഞ്ഞു, ഭൂതലത്തിലുള്ള സകല മൃഗങ്ങളിലും പക്ഷികളിലും ഇഴജാതികളിലും എല്ലാത്തിനെയും ഇരുണ്ടായിട്ട് അതിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ശുദ്ധിയുള്ളത്, ശുദ്ധിയില്ലാത്തത്, അങ്ങനെ അതിന് എണ്ണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ സംഭവിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കം ഉണ്ടാകും, മഴ പെയ്ത് വെള്ളം വരണം. പക്ഷേ മഴയെന്നൊരു പ്രതിഭാസം അവിടെ അതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നോഹ ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ചു. അതവന് നന്മയായി ഭവിപ്പാനിടയായി തീർന്നു. നോഹയുടെ 600-ാം സംവത്സരത്തിൽ മഴ ആരംഭിച്ചു. സകല ജീവജാലങ്ങളും അതിൽ പ്രവേശിച്ചു. നോഹയും കുടുംബവും പ്രവേശിച്ചു. 7 ദിവസം കഴിഞ്ഞ ശേഷമാണ് ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചത്. കൃപാലുവായ ദൈവം ഏതെങ്കിലും ഒരു വ്യക്തി പെട്ടകത്തിനുള്ളിൽ നോഹയോടൊപ്പം പ്രവേശിക്കുന്നെങ്കിൽ പ്രവേശിച്ചോട്ടെ എന്നുള്ള ആ ചിന്തയിലായിരുന്നു ആ 7 ദിവസം തുറന്നു വെച്ചത്. 7-ാം ദിവസം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവുകൾ തുറന്നു, ജലപ്രളയം ആരംഭിക്കാൻ തുടങ്ങി. പക്ഷേ നോഹ പെട്ടകം പണിതത് ഒരു കുന്നിന്മലയിലായിരുന്നാണ് പറയപ്പെടുന്നത്. നോഹയുടെ നാട്ടുകാരെല്ലാം ചോദിച്ചപ്പച്ച, പെട്ടകം പണിതാൽ വെള്ളത്തിലില്ലേ പോകണ്ടേ? വെള്ളം ഇവിടെ എങ്ങനെ വരും? നീ മലയിലല്ലേ വെച്ചിരിക്കുന്നത്?
നോഹ പറഞ്ഞു കാണും, മക്കളെ, പെട്ടകം പണിയുവാൻ പറഞ്ഞ ദൈവത്തിന് പെട്ടകം ഇരിക്കുന്ന സ്ഥാനത്ത് വെള്ളം വരുത്തുവാൻ സാധിക്കും. അതായിരുന്നു നോഹയുടെ വിശ്വാസം. ദിവസങ്ങൾ കഴിഞ്ഞു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഒരു വർഷവും ഏകദേശം 17 ദിവസത്തിന് ശേഷം പെട്ടകത്തിൻ്റെ വാതിൽ തുറപ്പാനിടയായി തീർന്നു. ജീവജാലങ്ങളെയും നോഹയെല്ലാം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് യഹോവയ്ക്ക് യാഗം അർപ്പിപ്പാൻ ഇടയായി തീർന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളെ എടുത്ത് യാഗം അർപ്പിച്ചു. അന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് നോഹയുടെ തലമുറകൾക്ക്: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂതലത്തിലെങ്ങും നിറവി. ആ അനുഗ്രഹം ഇന്നും നിലനിൽക്കുന്നു. നോഹയ്ക്ക് കൃപ ലഭിച്ചു. യഹോവയുടെ കൃപ ലഭിച്ചതുകൊണ്ട് അവൻ നശിച്ചു പോകാതെ ദൈവനെ പരിപാലിച്ചു. പ്രിയ ദൈവജനമേ, സാഹചര്യം എങ്ങനെ ആയിക്കോട്ടെ, വഷളത്വം പെരുകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നെങ്കിൽ തന്നെയും നോഹയെപ്പോലെ ദൈവത്തോടുകൂടെ നടക്കുവാൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രക്ഷയുടെ പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പാൻ തക്കണം സർവശക്തനായ കർത്താവ് സഹായിക്കും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.